മോദിയെ ഇപ്പോൾ വീഴ്ത്തും എന്ന് പറഞ്ഞ് വന്ന പാറ്റാക്കൂട്ടിപ്പോൾ എവിടെയാണ്? കേൾക്കുന്നുണ്ടോ? നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ പാറ്റകളുടെ കാര്യം മറന്നേ പോയി. എന്തായിരുന്നു ജൂൺ 16-ാം തീയതി അമേരിക്കയിൽ നിന്ന് അഭിജിത്ത് ദീപ് കെ എന്ന് പറയുന്ന പാറ്റാ പാർട്ടി നേതാവ് ഡൽഹിയിൽ വന്നിറങ്ങിയപ്പോൾ ദാ ഇന്ത്യ തിളച്ചുമറിയാൻ പോകുന്നു, നരേന്ദ്രമോദിയുടെ വീഴ്ച ആരംഭിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ നിരന്തരം വാർത്തയായിരുന്നു. അങ്ങനെ അഭിജിത്ത് ദീപ് കെ അവിടെ വന്നിറങ്ങുമ്പോൾ ഉടനെ നേരെ പോയി ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ഒരു അപേക്ഷ കൊടുക്കും ജന്തർ മന്ദറിൽ സമരം നടത്താൻ. സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് 7 ദിവസം മുമ്പ് അപേക്ഷ കൊടുത്തില്ലെങ്കിൽ അഭിജിത്തിനെ അറസ്റ്റ് ചെയ്യും, പിന്നെ ഞങ്ങൾക്ക് ഇന്ത്യ കത്തിക്കാനുള്ള വാർത്തയായി എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ, ഇന്ത്യയിലെ മാധ്യമങ്ങളല്ല കേട്ടോ, കേരളത്തിലെ മാധ്യമങ്ങൾ, ഇവിടുത്തെ മാപ്രക്കൂട്ടം അങ്ങനെ എയർപോർട്ടിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? ഡൽഹി പോലീസ് അങ്ങോട്ട് ചെന്നിട്ട് അയാളുടെ പറഞ്ഞു ഒരു കടലാസം എഴുതി തന്നെ, ആ ശരി, ഇതേ മര്യാദയ്ക്ക് പോയി സമരം നടത്തിക്കോ എന്ന് പറഞ്ഞ് ഒറ്റത്തവണത്തേക്ക് തനിക്കൊരു ഇളവ് വന്നിരിക്കുന്നത്, പോയി സമരിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ സമരിക്കാൻ വേണ്ടി അഭിജിത്ത് ദീപ് കെ ജന്തർ മന്ദറിൽ എത്തിയപ്പോൾ ഒരു പട്ടി ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് 100-300 പേര് വന്നു. 100-300 പേര്, കൂടുതൽ പേരും മാധ്യമങ്ങളായിരുന്നു. മലയാളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന്, എല്ലാ ചാനലുകളിൽ നിന്നും, എല്ലാ പത്രങ്ങളിൽ നിന്നും ഒരു ക്യാമറാമാൻ, ഒരു റിപ്പോർട്ടർ ഒക്കെ വെച്ച് മിനിമം 3 പേര് വെച്ച് കൂട്ടിയാൽ തന്നെ അത് തന്നെ ഒരു 100-150 പേരുണ്ടാവും. ഇവരെല്ലാം കൂടെ വന്നു വലിയ വാർത്ത, മോദിയുടെ നാളുകൾ എണ്ണപ്പെട്ടു, ഇന്ത്യയിലെ പുതിയ ജനകീയ പ്രതിഷേധം മാറുകയാണ്, ഇന്ത്യയിൽ ഇതാ പുതിയ വസന്തം വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മുക്കാൽ മീഡിയ ടീമൊക്കെ ചർച്ചയോട് ചർച്ച, സുഡാപ്പികൾ ആഘോഷം കൊണ്ട്, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നു. പിന്നീട് ജൂൺ 20-ാം തീയതി മുതൽ ജന്തർ മന്ദറിൽ അനിശ്ചിതകാല നിരാഹാരം പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കുളിരുകോരിയിട്ടിരിക്കാൻ വയ്യായിരുന്നു. മിക്കവാറും ഷഹീൻ ബാഗ് സമരം പോലെയാകും. CAA വിരുദ്ധ സമരം ഓർക്കുന്നുണ്ടല്ലോ, അതേ തുടർന്നാണ് ഡൽഹി കലാപം ഉണ്ടാവുന്നത്. ഡൽഹിയിൽ വലിയ കലാപം ഉണ്ടായി, ഒരുപാട് പേർ കൊല്ലപ്പെട്ടു, പോലീസ് വെടിവെപ്പ്, അതൊക്കെ നടക്കുന്നു. വീണ്ടും ഇത് നടക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി, പ്രതിപക്ഷം എല്ലാം കൂടെ അങ്ങോട്ട് അണപൊട്ടി ഒഴുകും. അങ്ങനെ മോദിയെ വീഴ്ത്താനുള്ള ഒരവസരം. എന്നിട്ട് ഇവരുടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന തമ്പുരാനെ ആ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് ഇരുത്താമെന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷേ ജൂൺ 20-ന് സമരം തുടങ്ങി. കഷ്ടിച്ച് 100 പേരുണ്ടായിരുന്നു. 100 പേരിൽ പകുതി പേരും നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്നുള്ള മാപ്പറകളായിരുന്നു. അഭിജിത്ത് ദീപ് കെ സംസാരിക്കുന്ന ഒരു പടം ഞാൻ കാണിക്കാം, ഫോട്ടോ നോക്കൂ നിങ്ങൾ. അയാളുടെ മുന്നിലുള്ള മൈക്കുകൾ ഏത് ചാനലുകളുടേതാണ്? മലയാളം ചാനലുകളുടെ മൈക്കുകൾ മാത്രമേ ഉള്ളൂ. അതായത് അഭിജിത്ത് ദീപ് കെ എന്ന് പറഞ്ഞാൽ ഒരു പുണ്ണാക്കുമല്ല, ഒരു പുല്ലുമല്ല എന്ന് കണ്ട് ഡൽഹിയിലെ മാധ്യമങ്ങൾ ഇവരെ അവഗണിച്ചപ്പോൾ എങ്ങനെങ്കിലും മോദിയെ വീഴ്ത്താൻ ഒരു അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കണം, കേരളത്തിലെ ആളുകളെങ്കിലും ഒന്ന് കുളിര് കോരിക്കാൻ വേണ്ടിയിട്ട് മലയാള മാധ്യമങ്ങൾ അവിടെ പെറ്റ് കിടക്കുകയാണ്. അവരൊരു 100 പേരുണ്ട്, അവരോട് പോയി കഴിഞ്ഞാൽ ആ സമരത്തിന് ആരുമില്ല. ജൂൺ 28-ാം തീയതി ആയപ്പോൾ സോനം വാങ്ചുക്ക് വന്നു, അറിയില്ലേ? ലഡാക്കിൽ ഡെൻസി കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച് കുറേ പാവപ്പെട്ട ലഡാക്കി പിള്ളേരെ തല്ലും കൊള്ളിച്ച് ഏതാനും പേരുടെ നെഞ്ചത്ത് വെടിയുണ്ടയും കയറ്റിക്കൊടുത്ത് അവസാനം ജയിലിൽ കിടന്ന് ഭാര്യ പോയി കാല് പിടിച്ച് നെഞ്ചത്തലച്ച് വിളിച്ച് കരഞ്ഞ് പിടിച്ച് ജാമ്യം വാങ്ങിച്ചു കൊടുത്ത മുതലാണ് ഈ സോനം വാങ്ചുക്ക്. ചൈനയുടെ ഭിക്ഷ വാങ്ങി ജീവിക്കുന്ന ഒരു പരമതെണ്ടി. കാരണം ചൈനയുടെ കയ്യിൽ നിന്ന് തെണ്ടാണ്, വല്ലതും തരണ്ടേ. ഞങ്ങൾ ലഡാക്കിൽ ചൈനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാം, ഇന്ത്യ ലഡാക്കിൽ സൈനികവൽക്കരണം, സൈനിക ശേഷി കൂട്ടുന്നതിനെ ഞങ്ങൾ എതിർക്കാം, അതിനെതിരെ സമരം ചെയ്യാം, അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ ഞങ്ങൾ എതിർക്കാം, കാരണം ലഡാക്ക് നാളെ ചൈനയുടെ ഭാഗമാവേണ്ടതല്ലേ, അതുകൊണ്ട് വല്ലതും തരണേ എന്ന് പറഞ്ഞ് ചൈനയുടെ മുന്നിൽ തെണ്ടി ജീവിക്കുന്ന ഒരു പരമചെറ്റയായ രാജ്യദ്രോഹിയാണ് ഈ സോനം വാങ്ചുക്ക്. ഇത് ഇയാളുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അക്കമിട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി പറഞ്ഞിരുന്നു, അവസാനം പോട്ടെ പണ്ടാരടങ്ങാൻ, പോയി മര്യാദക്കൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഇറക്കി വിട്ട മുതലാണ് ഈ സോനം വാങ്ചുക്ക്. അയാൾ 28-ാം തീയതി വന്നു. 28-ാം തീയതി വന്നിട്ട് ഞാൻ നിരാഹാരം ഇരിക്കാം എന്ന് പറഞ്ഞു. നിരാഹാരം എങ്ങനെയാണെന്നറിയാം? വെള്ളം കുടിച്ചുള്ള നിരാഹാരം. വെള്ളം എന്ന് പറഞ്ഞാൽ എന്ത് വെള്ളമാണെന്നറിയാം? മിനറൽ വാട്ടർ. നമ്മൾ കുടിക്കുന്ന, നമ്മുടെ ധാരണയുണ്ട്, നമ്മൾ ഈ കുപ്പി വാങ്ങി കുടിക്കുന്ന 15-20 രൂപയുടെ വെള്ളം മിനറൽ വാട്ടർ ആണെന്ന്. അത് മിനറൽ വാട്ടർ അല്ല, പ്യൂരിഫൈഡ് വാട്ടറാണ്. മിനറൽ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആഡഡ് മിനറലുകൾ, ധാതുക്കൾ, വേണ്ടി വന്ന അത്യാവശ്യം വൈറ്റമിൻസും ഒക്കെ ചേർത്തിരിക്കുന്ന വെള്ളം. അത് കഴിച്ചാൽ ക്ഷീണമൊന്നും ഉണ്ടാകത്തില്ല. അത് കഴിച്ചിട്ടാണ് ഈ ചങ്ങായി നിരാഹാരം ഇരുന്നത് ജൂൺ 28 മുതൽ. അതിനു മുമ്പ് മൂപ്പര് അവിടുന്ന് ലഡാക്കിൽ നിന്ന് വന്നിട്ട് 5 സ്റ്റാർ ഹോട്ടലിലാണ് താമസിച്ചത്. ഈ അഭിജിത്ത് ദീപ് കെ ആണെങ്കിൽ ജൂൺ 16-ന് അമേരിക്കയിൽ നിന്ന് വന്നിറങ്ങി സമരത്തിന് ആഹ്വാനമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി ഡൽഹിയിലെ വെയിൽ കൊണ്ട് പുള്ളി വാടി ചെമ്പുന്താൾ പോലെ ആയിപ്പോയി. ആളുകൾ പൊക്കിയെടുത്ത് വണ്ടിയൊക്കെ കയറ്റി വീട്ടിൽ കൊണ്ടുപോയി. ഇപ്പോൾ അതാ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന അവസ്ഥ. ഇന്നും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്.
സമരം ഇന്ന് രാവിലത്തെ കാഴ്ച എന്തെന്നറിയോ? ഇതിനിടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. അവിടെ SFIക്കാർ JNUവിലെ ആളുകളൊക്കെ പോയി, അവർ കുറേ ചണ്ടയൊക്കെ കൂട്ടി. ഇവിടെ SFIയേക്കാളും അവിടെ മുന്നിട്ട് നിൽക്കുന്ന ഐസ, ഈ മാവോവാദികളുടെ വിദ്യാർത്ഥി സംഘടനയാണ് ഐസക്കാർ പോയി ചണ്ട കൊട്ടി നിരാഹാരത്തിന് കൊടുത്തു. അതുകൂടാതെ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ വന്നായിരുന്നു. ഞാൻ ആ വീഡിയോ എടുത്ത് സേവ് ചെയ്യണമെന്ന് ഓർത്താണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ. പക്ഷേ അത് പറ്റിയില്ല. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, എക്സിലൊക്കെ വന്നിരുന്നു. വൈകിട്ട് അവിടെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം അഭിജിത്ത് ദീപിക സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാവരോടും കൂടും നമ്മുടെ സ്നേഹവും സൗഹൃദവും ഊട്ടി ഉറപ്പിക്കാൻ നിങ്ങൾ പരസ്പരം ചുംബിക്കൂ. കൂടെ ഇരിക്കുന്ന ഏത് പെണ്ണിനെ ആർക്കും പിടിച്ച് ഉമ്മ വെക്കാം. നമ്മുടെ മറൈൻ ഡ്രൈവിൽ നടത്തിയില്ലേ ചുംബന സമരത്തിൻ്റെ മറ്റൊരു മോഡൽ. വൈകിട്ട് എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ അത് അങ്ങനെയെങ്കിലും 10 ആൾ കൂടുന്നെങ്കിൽ കൂടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ചുംബന സമരമല്ല, ചുംബന ഐക്യദാർഢ്യം കൂടെ പാർട്ടി പ്രഖ്യാപിച്ചത്. എന്നിട്ടും ഈ കുളിക്കാതെ മെനയില്ലാതെ കണ്ടായത്തേല വിചിത്ര ജീവികളെ പാറ്റായ പോലെയൊക്കെ തോന്നുന്ന ആളുകളെയൊക്കെ പിടിച്ച് ആര് ചുംബിക്കാനാ? അതുകൊണ്ട് അതിനും ആൾ വന്നില്ല. അവസാനം ഇപ്പോൾ ഇന്നത്തെ ഒരു വിഷ്വൽ വന്നിട്ടുണ്ട്. അവിടെ സമരമിരിക്കുന്ന നിരാഹാര സമരമിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ, പിന്നെ ഈ ഐസ എന്ന് പറയുന്ന ടീമുണ്ടല്ലോ, JNUവിലെ ചെണ്ടകുട്ട് ടീം, അവരെല്ലാം കൂടെ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് ഞങ്ങൾ അവശരായി, അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. പോലീസൊന്നും കൊണ്ടുപോയില്ല. സാധാരണ നിരാഹാരം ഇരിക്കുന്നവർ അവശരായി കഴിയുമ്പോൾ പോലീസ് പൊക്കി കയ്യിലും കാലിലും പിടിച്ച് നേരെ കൊണ്ട് ആശുപത്രിയിൽ പോയി 2 സൂചിയൊക്കെ കുത്തി ഒരു വെള്ളക്കുപ്പിയും കെട്ടി തൂക്കിയിട്ട് ചികിത്സിക്കും. അങ്ങനെയാണ് നിരാഹാരം ഇരിക്കുന്ന ആളുകളെ ചികിത്സിക്കുന്നത്. പോലീസ് തിരിഞ്ഞു നോക്കി നീയൊക്കെ എന്തെങ്കിലും കാണിക്കണേ. ഇവരുടെ ധാരണ ഡൽഹി പോലീസ് ഇടപെടും, ഇവരെ തടയും, ഇവരെ വിലക്കും, എന്തൊക്കെയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഐസക്കാരെ ആംബുലൻസ് വിളിച്ച് സ്ഥലം വിട്ടു. അപ്പോൾ സമരത്തിനാളില്ല, പാറ്റകൾ തെഞ്ഞു. ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ 3G ആയിപ്പോയി. നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്തയേ അല്ല. എന്തൊരു പ്രതീക്ഷയായിരുന്നു, എന്തെല്ലാം സ്വപ്നം കണ്ടതാണ്. പക്ഷേ ഡൽഹി പോലീസ് അതിവിദഗ്ധമായി പാർട്ടിക്ക് നേരെ CJPക്ക് നേരെ ഹിറ്റടിച്ചു. അവർ പോലും അറിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് അതിമനോഹരമായി അവരെ വാഷ് ഔട്ട് ചെയ്തു. എന്നിട്ട് മാത്രമല്ല, ഇപ്പോൾ പാറ്റകളുടെ സമരം അങ്ങനെ ഞങ്ങൾ എങ്ങനെയാണ് സമരം ചെയ്യുക, ഞങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ സൗകര്യം ഉണ്ടാക്കി തന്നില്ല. പിന്നെ ഡൽഹി പോലീസിൻ്റെ പണിയല്ലേ നിന്നെയൊക്കെ മുള്ളിക്കുക എന്നുള്ളത്. മൂത്രം ഒഴിക്കാൻ സൗകര്യം തന്നില്ല, ഞങ്ങൾക്ക് രാത്രി ലൈറ്റ് ഇട്ട് തന്നില്ല. ലൈറ്റ് ഇടാത്തത് നിനക്ക് സൗകര്യത്തിനിടെ രാത്രി ചുംബന സമരം നടത്തൂടെ? അപ്പോൾ ലൈറ്റ് വേണ്ട, ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയും അതിശക്തമായ ലൈറ്റ് അടിച്ച് ഞങ്ങളുടെ സ്വകാര്യതയെ, ഞങ്ങളുടെ ഉറക്കത്തെ ഭംഗപ്പെടുത്തി പീഡിപ്പിക്കുകയാണ് ഡൽഹി പോലീസ് എന്ന് പറയും. അതുകൊണ്ട് ലൈറ്റ് അടിച്ച് തന്നില്ല, ഞങ്ങൾക്ക് ഷെൽട്ടർ ഉണ്ടാക്കി തന്നില്ല. പിന്നെ ഇവരൊക്കെ വന്ന് ജന്തർ മന്ദറിൽ പെറ്റ് കിടക്കുമ്പോൾ കൂടാരം അടിച്ച് AC വെച്ച് കൊടുക്കാൻ പോവല്ലേ? സമരം ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു വൈകുന്നേരം 6 മണിയാകുമ്പോൾ എണീറ്റ് പൊക്കോണമെന്ന്. പോയില്ല. അപ്പോൾ ഡൽഹി ചൂടുണ്ട്, തണുപ്പുണ്ട്, കൊള്ളണം. പിന്നെ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തന്നില്ല. പിന്നെ നിൻ്റെയൊക്കെ അണ്ണാക്കിലേക്ക് വാട്ടർ കണക്ഷൻ ഇട്ട് തരാൻ പോവില്ലേ സമരം ചെയ്യുന്നതിന്? ഇതൊക്കെയാണോ സമരത്തിന്? ഇതൊക്കെ കിട്ടും. 3 നേരം ബിരിയാണി, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ബൂസ്റ്റ് പാല്, പിന്നെ കുടിവെള്ളം, പിന്നെ മൂത്രം ഒഴിക്കാൻ നല്ല ഒന്നാന്തരം ശൗചാലയങ്ങൾ. ഇതൊക്കെ സമരം ചെയ്യുന്ന നിനക്കൊക്കെ തരണമെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? ഈ രാജ്യത്ത് അങ്ങനെയാണോ സമരം നടത്തുന്നത്? എന്നിട്ട് ഇതിനിടയ്ക്ക് വിളിച്ചു പറഞ്ഞു കർഷകരെ നിങ്ങൾ വരൂ, ഞങ്ങളുടെ സമരത്തിൽ വന്നു ചേരൂ എന്ന് പറഞ്ഞു. ഒരു കർഷകരും വന്നില്ല. കർഷകന് മനസ്സിലായി പണ്ടത്തെ പോലെ അന്നൊരു തവണ ഒന്ന് സമ്മതിച്ച ട്രാക്ടർ ഓടിച്ച് കളിക്കാൻ. ഇനി ട്രാക്ടറും കൊണ്ട് വന്നാൽ വാരിയല് തകരുമെന്നും മനസ്സിലായി. ആ ലൈൻ അങ്ങ് മാറ്റി പിടിച്ചു. അന്ന് ഒരുത്തൻ ചെങ്കോട്ട കയറിയിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക അഴിച്ചു മാറ്റിയിട്ട് ഈ ഖലിസ്ഥാൻ്റെ കൊടി കെട്ടിയില്ലേ, അവനിപ്പോൾ പടവായി പോയി. അവൻ കാനഡയിൽ പോയിപ്പോൾ അവിടെ വെച്ച് അവൻ പടവായി. അപ്പോൾ ഇന്ത്യ അങ്ങനെ മാറിയിട്ടുണ്ട്. സമരം ചെയ്യുകയാണ്, നീ വന്ന് സമരിച്ചിട്ട് പോടേ എന്ന് പറഞ്ഞു. ഇവരുടെ പ്രതീക്ഷ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് രാജ്യവ്യാപകമായ ഒരു പ്രക്ഷോഭത്തിന് അവസരം ഒരുക്കും, അങ്ങനെ ഏജൻസി കലാപം ഉണ്ടാക്കാം എന്നായിരുന്നു. രാഹുൽ ഗാന്ധിയാണ് ആ പഞ്ചായത്തിലേക്ക് പോയിട്ടില്ല. പുള്ളി ഇന്ത്യയിലില്ല. പുള്ളി പതിവ് പോലെ പുള്ളിയുടെ സർവീസിങ് പോയിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ ഇന്ത്യയിൽ ഇടയ്ക്കിടയ്ക്ക്, ഇന്ത്യയിലല്ലോ കൂടുതൽ, ഇന്ത്യയിൽ താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ വിദേശത്ത് താമസിക്കണം, എങ്കിലേ പുള്ളിയുടെ ആരോഗ്യം ഒക്കെ അടക്കമുള്ള സന്തോഷകരമായ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പോയിട്ട് വരട്ടെ. അപ്പോൾ ഏതായാലും നിങ്ങളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്ന, നിങ്ങൾ അവതരിപ്പിച്ച അതിമനോഹരമായ വലിയ പ്രതീക്ഷയോടെ ഭരണമാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അവതരിപ്പിച്ച പാർട്ടിയുടെ കഥ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത കേരളത്തിലെ മാപ്രകളുടെ അറിവിലേക്ക് അതീവ ദുഃഖത്തോടെ ഞാൻ കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഐസ ടീം ആംബുലൻസ് വിളിച്ചു പോയി. ഇനി സോനം വാങ്ങിച്ചെങ്കിൽ മിക്കവാറും പിന്നെ എനിക്കെന്താ അവിടെയും സുഖം ഇവിടെയും സുഖം, പിന്നെ വെയിലത്ത് നടക്കാൻ എനിക്കാണോ അസുഖം എന്ന് പണ്ടൊരു പോസ്റ്റ്മാൻ ചോദിച്ച കഥ എന്ന് പറയുന്നത് പോലെ
ഇതൊരു വട്ടിയില്ല, ഞാനെന്തിനിടെ ലഡാക്കിൽ നിന്ന് വന്ന് ഇവിടെ കുത്തിയിരിക്കുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ പോകണു എന്ന് പറഞ്ഞ് സോനം വാങ്ങിച്ചൊക്കെ പോകും. അഭിജിത്ത് മിക്കവാറും ഇതെല്ലാം കഴിഞ്ഞ് ഒരു മനുഷ്യനില്ലാതെ ഡൽഹിയിലെ തെരുവിലൂടെ ഒരു അനാഥ പ്രേതത്തെ പോലെ നടക്കുമ്പോൾ ഒരു പക്ഷേ പൂന പോലീസ് സ്റ്റേഷനിൽ ഇരിപ്പുണ്ട് 2 FIR UAPA ചുമത്താവുന്ന വകുപ്പുള്ളത്. ഇതൊരു സ്ട്രാറ്റജിയാണ്. ഡൽഹി പോലീസ് അല്ല ഒന്നാം തരം കളിയാണ് കളിച്ചത്. ഇവനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം അബാൻഡൻ ചെയ്ത് ഉപേക്ഷിച്ച് പോകണം. ഉപേക്ഷിച്ച് പോയിട്ട് ഇവൻ ഒറ്റയ്ക്കാവുന്നൊരു ദിവസമുണ്ട്. ഒറ്റയ്ക്കാവുന്ന ദിവസം, അന്ന് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് തെരുവിൽ നിരാലംബനായി നിൽക്കുമ്പോൾ നീ ചെയ്ത കാര്യങ്ങളുടെ കണക്കുകൾ എണ്ണി എണ്ണി പറയേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ അടുത്തൊരു ഫ്ലൈറ്റ് എടുത്ത് നേരെ US പോകേണ്ടി വന്നേക്കാം. ഏതായാലും പാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ചെരുപ്പടിക്ക്, ഒരു ചൂലിനടിക്ക്, അല്ലെങ്കിൽ ഹിറ്റിൻ്റെ ഒരു എന്നുള്ള സ്പ്രേക്കുള്ളതേ ഉള്ളൂ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇവർ വന്നിട്ട് മത്സരിക്കാൻ പോയത് ആരോടാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോടാണ്, BJP എന്ന രാഷ്ട്രീയ പാർട്ടിയോടാണ്. അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന അമിത്ഷാ എന്ന നരേന്ദ്രമോദി എന്ന 2 മഹാമേരുക്കൾക്കൊപ്പമാണ്. ഏതാനും മാപ്രകൾ, അതും കേരളത്തിലെ ചില മാപ്രകൾ വന്ന് തള്ളിമറിച്ച് മൈക്കെടുത്ത് മുന്നോട്ട് നീട്ടുമ്പോൾ ഞാനെന്തോ വലിയ സംഭവമാണെന്ന് കരുതിയവർക്ക് അമ്പയെ പിഴച്ചിരിക്കുന്നു. ഏതായാലും അടുപ്പ് കൂട്ടി ചർച്ചയിൽ പാറ്റ സമരത്തിൻ്റെ അവസാന നാളുകളെക്കുറിച്ച് സംസാരിച്ച് ഒരാദരാഞ്ജലികൾ അർപ്പിക്കാൻ പ്രിയപ്പെട്ട അടുപ്പുകുട്ടി ടീം മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും അത് ചെയ്യണം.